സിൻഡിക്കേറ്റ് അംഗമായ അനുരാജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനുരാജ്, എന്തുകൊണ്ടാണ് വേടന്റെ ഗാനം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് എതിരെ താങ്കൾ രംഗത്ത് വന്നത്? ഇത് ഒരു കാരണമല്ല, ഒന്നിലധികം കാരണങ്ങളുണ്ട്. അതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ഈ ഹിരൺദാസിനെ നമുക്കറിയാം അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. അത് ലഹരി വസ്തുക്കൾ കയ്യിൽ വെച്ചു എന്നുള്ള ഘട്ടത്തിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ പുലിപ്പല്ല് അതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പും കസ്റ്റഡിയിലെടുത്തിരുന്നു. അങ്ങനെ രണ്ട് കേസുകളിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരാൾ. ഈ രണ്ട് കേസിലും ഇയാളെ കുറ്റവിമുക്തനാക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന ഒരാള്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പല വീഡിയോകളിലും നമുക്ക് കാണാൻ കഴിയുന്നത് മദ്യം നിറച്ച ഗ്ലാസുമായിട്ടിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതൊക്കെ ശരിക്കും നമ്മൾ ഈ അദ്ദേഹത്തിന്റെ ഈ പാട്ട് പഠിപ്പിക്കാൻ പോകുന്നത് കൗമാരപ്രായക്കാരെയാണ്. അപ്പൊ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു വർത്തമാനകാല സാഹചര്യം എന്ന് പറയുന്നത് ഡ്രഗ് ക്യാമ്പസുകളിലേക്ക് വല്ലാതെ കടന്നു കയറുകയും അതിനെതിരെ ഔദ്യോഗിക തലത്തിൽ തന്നെ വലിയ തരത്തിലുള്ള ക്യാമ്പയിനും പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലമാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ സ്വാധീനിക്കപ്പെടാൻ പറ്റുന്ന ഒരു പ്രായമാണ് കൗമാരകാലം. ആ വിഭാഗത്തിലേക്കാണ് ഈ പറഞ്ഞ എന്നെ ഒരു മാതൃകയാക്കരുത് എന്ന് ഹിരൺദാസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഹിരൺദാസ്. അദ്ദേഹത്തിന്റെ തന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്നെ മാതൃകയാക്കരുത് എന്ന് പറയുന്ന ഒരാളെ തന്നെ മാതൃകയാക്കാൻ വേണ്ടി വിദ്യാർത്ഥി സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ചുരുക്കം അധ്യാപകര് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരത്തിലുള്ള പ്രത്യക്ഷത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഈ ഹിരൺദാസ് എന്ന ആള് അദ്ദേഹം ഈ രംഗത്തേക്കൊക്കെ വന്നിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന പല ആൾക്കാരും പിന്നീട് എങ്ങോട്ടാ പോകുന്നത് നമുക്ക് അറിയാറില്ല. അപ്പൊ ഈ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ഇദ്ദേഹം കൂടുതലായി രംഗത്ത് വന്നിട്ടുള്ളത്. അപ്പോ അങ്ങനെ രംഗത്ത് വന്ന ഒരാളിന്റെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം നമുക്ക് എന്താ പറയാ ഒരു കാലം കൊണ്ട് അതിനെ വിലയിരുത്താനുള്ള സമയമൊന്നും ആയിട്ടില്ല. അപ്പൊ ഇതിനിപ്പം കമ്പയർ ചെയ്യാൻ പോകുന്നത് മൈക്കിൾ ജാക്സന്റെ പാട്ടുമായിട്ടാണ്. മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്രയും കാലം പാടുകയും അതുപോലെ തന്നെ ആഗോളതലത്തിൽ മറ്റു തരത്തിൽ സ്വീകാര്യത ലഭിച്ചിട്ടുള്ള ഒരു താരമാണ്. അപ്പോ അതിന് ഇദ്ദേഹത്തിന്റെ പാട്ടുമായിട്ട് താരതമ്യം ചെയ്യാന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് സംഗീതത്തിനും കലയ്ക്കും ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ള ഭാരതത്തിൽ, ഇന്ത്യയിൽ, കേരളത്തിൽ ഇവിടുത്തെ സംഗീത ശാഖ അത്രത്തോളം എന്താ പറയാ വ്യാപ്തിയില്ല എന്ന് തോന്നുന്ന രീതിയിലേക്കുള്ള ഒരു സങ്കുചിതമായ കാഴ്ചപ്പാടിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കാനുള്ള അവിടെ അനുരാജ് ഈ വിഷയം ഇന്നലെ ന്യൂസ് 18 അടക്കം ചർച്ച ചെയ്തതാണ്. ഇതിൽ വേടനെ അനുകൂലിക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നത് വേടൻ്റെ വ്യക്തിപരമായ വിഷയങ്ങളല്ലല്ലോ, അതായത് വേടൻ്റെ രചന, ആ രചനയാണല്ലോ ഈ താരതമ്യ പഠനത്തിനായി, അതായത് BA 4ാം സെമസ്റ്റർ കുട്ടികൾക്ക് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ദേ ഡോണ്ട് കെയർ അസ് എന്ന മൈക്കിൾ ജാക്സന്റെ വരികളും അതോടൊപ്പം തന്നെ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന റാപ്പർ വേടൻ്റെ വരികളും തമ്മിലുള്ള താരതമ്യ പഠനത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ വേടൻ്റെ ക്യാരക്ടർ എന്ത് എന്നത് അന്വേഷിക്കേണ്ടതുണ്ടോ എന്ന മറുചോദ്യമാണ് ഇന്നലെ ഉന്നയിക്കപ്പെട്ടത്. അത് ഒരു മനുഷ്യന്റെ ആകെയുള്ള അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ആകെയുള്ള മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഒരു വിഭാഗം ആൾക്കാർ എന്നും ഉയർത്തുന്ന ഒരു വാദമാണ്. മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് എല്ലാ അർത്ഥത്തിലും മൂല്യങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് നല്ല വ്യക്തിയെയും നല്ല സമൂഹത്തെയും കെട്ടിപ്പടുക്കാൻ സാധിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ വശം നോക്കിയാൽ മതി, മറ്റേ വശം നോക്കണ്ട എന്നൊക്കെ പറയുന്നത് തൽക്കാലം രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയും ഈ ഒളിച്ചു കടത്താൻ വേണ്ടിയും മാത്രം പറയുന്ന വാദങ്ങളാണ്. ഇത്തരം എന്താ പറയാ ഒരുതരം അരാജകത്വം സമൂഹത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ ആശയവുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ എന്നോട് ചില മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഇത് ഭൂരിപക്ഷം ആൾക്കാർ ഇഷ്ടപ്പെടുന്നതല്ലേ? ഭൂരിപക്ഷം ആൾക്കാർ ഇഷ്ടപ്പെടുന്നതിനെ പഠിപ്പിക്കുക എന്നുള്ളതല്ലല്ലോ നമ്മളൊരു കോഴ്സിന്റെ ഒരു അക്കാദമിക സമൂഹത്തിന്റെ ചുമതല. അതിന്റെ മൂല്യവും അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശവും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ ഒന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള യൂണിവേഴ്സിറ്റിയാണ്, ഏറ്റവും കൂടുതൽ ചരിത്രമുള്ള യൂണിവേഴ്സിറ്റിയാണ്, ഏറ്റവും കൂടുതൽ അക്കാദമിക രംഗത്ത് പല നേട്ടങ്ങളും പരിമിതമായ തോതിലാണെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള സർവകലാശാലയാണ്. ആ സർവകലാശാലയുടെ യശസ്സിനും അതുപോലെ തന്നെ അത് നൽകുന്ന സന്ദേശവും സമൂഹത്തിന് ഇപ്പം നമുക്കറിയാം. തീർച്ചയായും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി, അതായത് താങ്കളുടെ ഈ പരാതി VC ഗൗരവത്തോടെ കാണുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ഞാൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ആണല്ലോ. സിൻഡിക്കേറ്റ് മെമ്പർ കൊടുക്കുന്ന ഒരു പരാതിയാണ് വൈസ് ചാൻസലർ. അതുകൊണ്ട് ഇത് പിൻവലിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? പിൻവലിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇതിനെ BJP സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല, അത്തരത്തിലല്ല. ഞാനിതിപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പർ എന്നുള്ള നിലയിലാണ് ഈ വിഷയം. അതെ, പക്ഷെ താങ്കൾ ഒരു BJPയുടെ നോമിനി ആയിട്ടാണല്ലോ അവിടെ നിൽക്കുന്നത്.
അല്ല, അത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമാണ്. എനിക്കതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ഉന്നതമായ ബോഡിയായ സിൻഡിക്കേറ്റിലെ അംഗമാണ്. അപ്പൊ യൂണിവേഴ്സിറ്റിയുടെ നല്ല രീതിയിലുള്ള നടത്തിപ്പിന് വളരെ ഗൗരവത്തോടെ ഞാൻ അതിനെ കാണുകയും എന്നാലാവത് അതിന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം വളരെയധികം യൂണിവേഴ്സിറ്റിയുടെ പേര് ദോഷം വരുത്തുന്ന ഒരു പ്രവർത്തനം യൂണിവേഴ്സിറ്റി അകത്തുനിന്നുണ്ടാകുമ്പോൾ അതിൻ്റെതായ ഫോറത്തിൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ രാജ്. സമയപരിമിതി മൂലമാണ് ഞാൻ ഇടപെടുന്നത്. ഞങ്ങളോട് പ്രതികരിച്ചതിന്.